ഗുണ്ടാപ്പണി ആർക്കും ചെയ്യാൻ രസായി സാറേ. പക്ഷേ എന്തിനു വേണ്ടി ചെയ്യുന്നു അവിടെയാണ് അതിന്റെ പോയിന്റ്. അതിപ്പോ വേലായുധനെ രാഘവനെയൊക്കെ നമുക്കറിയാലോ. രണ്ടു നേരം കഞ്ഞി കുടിക്കാൻ വകയില്ലാത്ത പാവങ്ങളെ പിഴിയാൻ വെട്ടുകാരനെ കിട്ടുകയില്ല. അങ്ങനെ ആരെ കൊണ്ട് സമ്മതിപ്പിക്കുകയില്ല, താൻ ഉൾപ്പെടെ. ആശാൻ ഇപ്പോഴേ ഫിറ്റ്, ഇനിയും വലിച്ചു കേട്ടണ്ട. ഓടാ. അല്ല, ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ. അപ്പോ ഒരു 120 ആദ്യം പറ്റ തീർത്ത് കാശതാ, എന്നിട്ട് തരാം ഇനി 120. നീ ഇന്നത്തെ കൂടി കുററി കത്തൂരി. അവൻ കടം തീർത്തില്ലേ, ഞാൻ കുത്തിന് പിടിച്ചു നിർത്തി വേണ്ടിച്ചു തരാം. എടാ മൂസ, നീയൊക്കെ ഈ കത്തിയും കൈക്കോട്ടും കൊണ്ട് നടന്നിട്ട് എന്ത് കാര്യാ? വെട്ടുകാരനെ എവിടെയൊക്കെ അയാൾക്കറിയാലോ, ഒതുക്കിയില്ലേ? ഈ തള്ളക്ക് വെട്ടും കുത്തല വേറെ ഒന്നും പറയാനില്ലേ? ദേ കളവി, വല്ലവരെയും കുപ്പിയിലിറക്കി മിണ്ടാതെ ഇവിടെ ഇരുന്നോണം. ആശാനെ തട്ടിവരെ ഞങ്ങൾ നോക്കിക്കോളാം. നോക്കി. എടാ പാപ്പാ, വള്ളിനിക്കിറിട്ട് മൂക്കളായി ഒലിപ്പിച്ചുകൊണ്ട് നടക്കുന്ന കാലം തൊട്ടേ ഞാൻ നിന്നെ കാണുന്നതാ. വെട്ടുകാരനാശാന്റെ കള്ളും കോഴിയും തിന്നാനല്ലാതെ നിനക്കൊക്കെ ഗുണ്ടാപ്പണി അറിയാമോടാ? ഇനി നീയൊക്കെ അയാളെ കൊന്ന രാഘവന്റെ കൂടെ ചേർന്നില്ലെങ്കിലേ ഉള്ളൂ. എടാ, നീ എന്റെ മുമ്പിൽ തട്ടിയെടുക്കും അല്ലേടാ? ഇനി 120 പറഞ്ഞ നീ മുറുക്കാൻ ഇങ്ങോട്ട് വാ. നീ എന്തിനാണ് ഇത്ര പേടിക്കുന്നത്? അവൻ ചൊറിയാൻ കത്തിയെടുക്കും, അവൻ കത്തിയും കൊണ്ട് നടക്കുന്നത്. പിടിച്ചാലും ശവം കൊട്ടക്കോറി കൊണ്ടുവന്നോ ഉള്ള കാലത്തോളം എനിക്കൊരു കയറാൻ പറ്റും തോന്നില്ല. അതിനാ തട്ടട്ടെ. ആശാന്റെ ശിഷ്യന്മാർ എന്തു പറയുന്നു? നീ എന്താടാ ചോദിച്ചേ? ശിഷ്യന്മാർ എന്ത് പറയണമെന്നോ അറിയണോടാ നിനക്ക്? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാനുണ്ടെങ്കിൽ അത് പുറത്ത്. എന്റെ കുപ്പിനാശം പൊട്ടിച്ചേക്കരുത്. ഓടോ. ആശാനെ പറ്റി പറയാൻ നീ ഒന്നും മറന്നിട്ടില്ലടാ. ആശാനോ? എന്തോന്ന് ആശാൻ? ആരുടെ ആശാൻ? എവിടുത്തെ ആശാൻ? ഇത് നീ അന്ന് പറയായിരുന്നോടാ ആശാൻ ഉയരോടെ ഇരിക്കുമ്പോ? അന്നും പറയും, ഇന്നും പറയും, ഇനിയും പറയും. നീ പറയുമല്ലടാ. ഒരു കണക്കിന് അയാൾക്ക് ആ പേര് തന്നെ ചേരുന്നേ, വെട്ടുകാടൻ. ചില്ലറ വെട്ടും കുത്തും കൊണ്ടിട്ടാണ് ചത്തു. എന്താ പിടിക്കാത്ത? വേണ്ടല്ലേ? എന്തോ ഒരു ഇടിയാണെന്റെ അല്ലോ. തെങ്ങ് ചാടിക്കേറി ബലത്തേക്കാളുണ്ട് ഒരൊറ്റ ഇടിയാ. അതാ കയറിക്കുന്ന തലയും കൃഷ്ണൻ താഴെ. മോനാണെങ്കിലും വെട്ടുകാരനേക്കാൾ ഉശിരുള്ളവനാ. ഓന്റെ ആ മുടി പിന്നോട്ട് തട്ടിയിട്ടൊരു അടിയുണ്ട്, അതൊന്ന് കാണേണ്ടി തന്നെയാ. ഓൻ ഈ കോളിനൊന്ന് കലക്കും. ഉശിരുള്ള ആണുങ്ങളെ അടിക്കുകയും ചെയ്യും കലക്കുകയും ചെയ്യും. ഇങ്ങളെ പോലെ പേടിത്തൂറി കൃതുവല്ലം പറഞ്ഞിട്ടുണ്ടാ? ഒരു കത്തിയും കൊണ്ട് നടപ്പാണ്. വലിയ ഉസ്താദെന്ന് പറഞ്ഞല്ലേ ഞമ്മളെ നിക്കാ കഴിച്ച്. നിങ്ങൾ ഈ ജന്മത്തോരുത്തെങ്കിലും ഒരു അടി കൊടുക്കണ കണ്ടിട്ട് ഞമ്മക്ക് മയ്യത്തായാ മതിയായിരുന്നു. എന്തെങ്കിലും കഴിച്ചോണ്ടിരിക്കുമ്പോൾ ഡിസ്റ്റർബ് ചെയ്യരുതെന്ന് പലതവണ എന്നോട് പറഞ്ഞിട്ടുണ്ട്. കേട്ടിക്കാളും ഞാൻ. വന്നിപ്പോ ഞമ്മക്കിട്ടുവായോ? ഇത് കണ്ട അതിനേക്കാ പലതാ ഇത്. ഞമ്മളെടുത്ത് വില കാട്ടണ്ട. ഇതെന്താണ് വിയാത്തു? ഞാനൊരു തമാശക്ക് കത്തിയെടുത്തല്ലേ, നീ അത് കാര്യാക്കിയോ? അല്ലെ നിനക്ക് ഞാൻ കത്തി കയറ്റോ? നീ അതാണ്ട് കളി. ആ കൊടുവാളാണ്ട് മാറ്റിയെന്ന്. ഭരത, ആ മഹാലക്ഷ്മി ബസിന്റെ കാര്യം ഒന്ന് പരിഗണിക്കണം. അയാൾ ഇന്നലെ മുഴുവൻ പുറകെ നടക്കുകയായിരുന്നു. മൂളിയാ പോരാ, എന്തേലും ചെയ്തിട്ട് വേണം ബാക്കി കാശൂടെ മേടിക്കാൻ. എങ്കിലേ ഞങ്ങൾക്കും ഒരു ഗതിയുള്ളൂ. അതെ. പവനിപ്പോ എത്രയാ വില?
എടോ പവനില്ലേ പവൻ ഗോൾഡ് അതിനിപ്പോ എത്രയാ വിലയെന്ന്? ഓ പവൻ അതിപ്പോ 3500 മുകളിലേക്കാ. അതിപ്പോ പണിക്കൂലി തേങ്ങാക്കൂലി എല്ലാം കൂടെ 10,000-4,000 രൂപ വരും. എന്നാലത് ചീപ്പാണ് കേട്ടോ. 6,000-നും 7,000-നും വലിയ ഭവനുണ്ടെന്നാണ് കേൾക്കണേ. മറ്റന്നാ ശാരദയുടെ കല്യാണം. മാല വാങ്ങണം 2.5 പവൻ. ആ കതിരുകാരൻ തന്ന 5,000 രൂപ മാത്തച്ഛന്റെ സ്വർണ്ണക്കട കൊടുത്തര്. ബാക്കി 2 ദിവസം കഴിഞ്ഞ് തരാന്ന് പറ. ദേവസേട്ടാ ഒരു ഹാഫ് കൂടെ പോരട്ടെ. ഹാഫ് വേണ്ട, അത് ഫുൾ ആയിക്കോട്ടെ. ഫുള്ളോ? ആ പിന്നെ നമ്മളുണ്ടാവില്ലേ. അങ്ങനെ ഇതാ കോളനി, ഇറങ്ങിക്കോ. എത്ര പൈസയായി? 50 രൂപ. 50 രൂപയോ? മീറ്ററിൽ 28 രൂപ 40 പൈസ. മീറ്ററിൽ അങ്ങനെ പലതും കാണും. 50 രൂപ എടുക്ക്, എനിക്ക് വേറെ ഓട്ടോ ഉള്ളതാ. അതെങ്ങനെ 28 ഉറുപ്പ്യക്ക് 50 ഉറുപ്പ്യ തരിക? കാശ് എടുക്കണോ, നിന്ന് വാചോടിക്കാതെ. എന്നതാ പ്രശ്നം? അതെ, ആകെ 8.5 കിലോമീറ്ററേ പോന്നിട്ടുള്ളൂ. ആ. മീറ്ററിൽ 28 രൂപ 40 പൈസ കാണുമ്പോ ആ. ഇയാൾ 50 രൂപ ചോദിക്കുക. എടാ കൊച്ചനെ, മുഴുവൻ വളർച്ച എത്തിയില്ലല്ലോ, അതിനു മുമ്പ് പിടിച്ചു പറയോ തുടങ്ങിയോ? പിടിച്ചു പറയൊന്നുമല്ല, ന്യായമായിട്ട്. പാളി, അയാള് തരുന്ന കാശ് എന്നെ മേടിച്ചോണ്ട് വേഗം സ്ഥലം വിട്ടോണം. ഇതേതാ സ്ഥലം എന്നറിയാമോ? ഇതാ 28 രൂപ 40 പൈസ. വേഗം പൊക്കോ. ചേച്ചി വന്നില്ലായിരുന്നെങ്കിൽ. ആദ്യമായിട്ടാണോ താൻ ഓട്ടോയെ കയറുന്നേ? അല്ല, എന്താ? അല്ല, ഓട്ടോക്കാരന്റെ മുമ്പിൽ ഓച്ചാനിച്ച് നിൽക്കുന്ന കണ്ടപ്പോ തോന്നി. ഞാനിവിടെ ഒരാളെ കാണാൻ വന്നതാ. ആരെ? ഇവിടെ ഇല്ല ഒരു ഭരതൻ. എന്നാത്തിനാ? ഒരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു. ഷാപ്പി കാണും. ഞാൻ ഉദ്ദേശിച്ച ഭരതൻ ഇവിടെ ഒരു ഭരതനേ ഉള്ളൂ. വെട്ടുകാടൻ എന്നൊരു. ചേടാ, ഇയാള് വലിയ ശല്യമായല്ലോ. ദാ അവിടെയാ ദേവസ്വയുടെ ഷാപ്പ്. അവിടെ ചോദിച്ചാൽ അറിയാം. ചെല്ലി ചെല്ല്. വലിയ ഉപകാരം. ഓ, വലിയ ഉപാളം. എന്താ? ഭരതൻ വന്നിട്ടില്ല. എന്താ കാര്യം? അത്യാവശ്യമായിട്ട് കാണേണ്ട കാര്യം ഉണ്ടായിരുന്നു. എന്താ ഇത്ര അത്യാവശ്യം? അത് ഭരതൻ വീട്ടിൽ കാണും, അല്ലെങ്കിൽ തട്ടുപാലത്തിന് കീഴെ കാണും. എവിടെയാ ഇതൊക്കെ? ഇവിടുന്ന് കിഴക്കോട്ട് കുറച്ച് നടന്ന് ചോദിച്ചാ മതി, ആരും പറഞ്ഞു തരും. എന്നാ വരട്ടെ. എന്താ ഇത്ര അത്യാവശ്യം എന്ന് പറഞ്ഞില്ലല്ലോ. അത് ഈ ഭരതനെ അന്വേഷിച്ച് ഇറങ്ങിയ ദിവസം നല്ലാന്ന് തോന്നുന്നു. ഇനി എവിടെ പോയി നോക്കാനാണ് വരവ്? എന്തുവാടാ ഒരു ചവിട്ട് നാടകം? ചവിട്ട് നാടകം? എന്ത് നാടകം? എന്റെ കാലിന്റെ ഇടയ്ക്ക് ഒരു ചൊറിച്ചില്, അതുകൊണ്ട് മണ്ണിലിട്ട് ഇങ്ങനെ അടിച്ചതാ. അല്ലെങ്കിൽ നിനക്ക് ഇത്തിരി ചൊറിച്ചില് കൂടുതലാ, അത് ഞങ്ങൾ മാറ്റി തരാം. അല്ലടാ കൃഷ്ണ? എന്റെ വേഗിട്ട് തരാം. നിങ്ങൾ നിങ്ങളെ പാട്ടിന് പോ. അങ്ങനെ പോകുന്നില്ല. നിന്നെ ഒറ്റയ്ക്കെന്ന് കിട്ടാൻ കാത്തിരിക്കുകയായിരുന്നു. എന്തിനാന്നോ ഈ ഷേപ്പ് ഒന്ന് മാറ്റിയെടുക്കാം. അല്ലെങ്കിൽ ഇപ്പൊ നല്ല ഷേപ്പാ. ഷേപ്പിനെന്താ കുഴപ്പം? ഞാൻ ആള് പെസക, ഈ കാണും പോലല്ല. വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. പ്രശ്നം ഉണ്ടാക്കാൻ തന്നെയാണോ വന്നത്? വെറുതെ പൊല്ലാപ്പ് ഉണ്ടാക്കണ്ട. പോയിക്കോളി. എന്ത് പൊല്ലാപ്പാടാ പുല്ലേ? നിന്നെ എന്നെ ഞങ്ങൾ മയ്യത്താക്കും. അപ്പൊ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലേ? എന്നാ പിടിച്ചോ.
നിങ്ങളെന്താ ഈ കാട്ടണത്? എനിക്ക് കഴിച്ചാൻ കൂടിയാ. അല്ല അല്ലോ ഇത് കിനാവായിരുന്നില്ലേ? എന്റെ നടു ഒടിഞ്ഞ്. ഞാൻ ആണലും രാഘവനും കൃഷ്ണനാണെന്ന് വിചാരിച്ചാ. നിങ്ങളൊരു വിചാരം അവിടെ വിചാരിച്ചോളി. മനുഷ്യനെ ഉറങ്ങാൻ സമ്മതിക്കില്ല. എലിന്റെ അത്രേ ഉള്ളൂ. എന്താ ആരെ കാണാനാ? ആശാനുണ്ടോ? ആശാനെന്ന് വെച്ചാ ഈ കിടക്കണത് ഒരു ആശാനാ. അയ്യോ ഇതല്ല, ഭരതൻ ആശാൻ. ആ അങ്ങനെ തെളിച്ചു പറ. ഇപ്പൊ വിളിക്കാം. ഭരതേട്ടാ. എന്താ? ഒരു ചെറിയ പണിയുണ്ട് ആശാനെ. നോട്ട് ഇരട്ടിപ്പെന്ന് പറഞ്ഞ് ഒരാൾ ഞങ്ങളെ പറ്റിച്ചു. ആശാൻ ഞങ്ങളെ കൂടെ ഉടനെ വരണം. എവിടെ പുള്ളി? എവിടെ ആയാലെന്താ? ഭരതൻ ആ പണി നിർത്തി. കാശ് മേടിച്ച് തല്ലുന്ന പണി ഭരതൻ ഇനി എടുക്കില്ല. നിങ്ങളോട് കേൾക്കാനാ പറയുന്നത്. കാശ് എടുത്തോണ്ട് പൊയ്ക്കോ. പൊയ്ക്കോളാൻ. അവസരം കാത്തിരിക്കുന്ന വേറൊരുത്തനുണ്ട് ഈ കോളനിയില്, രാഘവൻ. അവനോട് പറഞ്ഞേര് ഭരതൻ അരപ്പട്ട അഴിച്ചെറിഞ്ഞു. കൊണ്ടുപോ. എന്താ വിജയ? എനിക്കാ തെറ്റിയത്. ഞാൻ നിങ്ങളെ മുൻവിധിയോടെ കണ്ടു, തെറ്റിദ്ധരിച്ചു. ഭരതനെ പറ്റി എല്ലാം അറിഞ്ഞ എപ്പോഴാ? ഇതിന്റെ ആവശ്യമില്ല. ആ വീട് ഭരതന്റേത് കൂടാ. അവിടെ നിന്ന് താമസിക്കണം, ഒരുമിച്ച് ഒരു കുടുംബം പോലെ. ഇവിടെ 5-6 മാസം കഴിഞ്ഞ് കുറച്ചു ദിവസം അവിടെ താമസിക്കണമല്ലോ. ഇപ്പൊ പോയവരോട് ഭരതേട്ടൻ പറയണ കേട്ടോ, എല്ലാം നിർത്തിന്ന്. ഭരതേട്ടൻ എവിടൊക്കെയോ പോയി തിരിച്ചു വന്ന പോലെ. പിന്നെ ഞാൻ എന്തൊക്കെയോ അരുതാത്തത് പറഞ്ഞു. എന്നോട് ക്ഷമിക്കണം. വിജയ, എപ്പോഴും തന്നെ ഞാൻ ഇവളുടെ ഭർത്താവായി കാണാനാണ് ശ്രമിച്ചത്. പക്ഷേ താൻ എന്നെ ഒരു ഗുണ്ടയായി കണ്ടു. മുഴുവനും തന്റെ തെറ്റല്ല, പിന്നെ ഓരോരോ വിധിയല്ലേ, മുടക്കാൻ പറ്റുമോ? ചേട്ടാ, ഇനി അമ്മയ്ക്ക് ഇതുപോലെ താമസിക്കാൻ ഒരാളെ കൈ പിടിച്ച് കയറ്റേണ്ടി വരും. ആരാണെന്ന് പറയണ്ടല്ലോ. നിൽക്കാതെ ഇനിയെങ്കിലും ഒന്ന് ചിരിക്ക്. പിള്ളേർക്ക് നേരെ നെറി അറിയാൻ പ്രായമായി. നിന്റെ കുരുട്ടും കുഞ്ഞായ്മ ഒന്നും ഇവിടെ ചെലവാവത്തില്ല. ചിരിക്ക്. ആ ചിരിക്കാൻ. അയ്യോ ചേച്ചി, നമ്മൾ തമ്മിലുള്ള വഴക്കൊക്കെ ഇങ്ങ് മറന്നേക്കണം. പിന്നെ ഞാനും ഭരതേട്ടനെ പോലെ കെട്ടാൻ പോവാ. നീ കെട്ടാൻ തോന്നുന്നു? ആരാ ആള്? ആള് ഭരതേട്ടൻ പറഞ്ഞ ആള് തന്നെ. അതായിക്കോട്ടെ, എന്റെ തങ്കമ്മ ചോദിച്ചത് അതാരാന്നാ? ചതിച്ചോ? അല്ല, ആശാൻ ഡ്രൈവർ പണിക്ക് പോകുമ്പോ നമ്മൾ എന്ത് ചെയ്യും? നമ്മളും കൂടെ വരും, അല്ലടാ പപ്പ? അതിപ്പോ ആലോചിക്കേണ്ട ഒരു പ്രശ്ന. ആലോചിക്കാനോ? ഞാനും കൂടി ഇല്ല, താൻ ഒറ്റയ്ക്ക്. ആനന്ദം കൂടി ഉള്ളപ്പോ. ഓഹോ, അത് ശരി. ഇപ്പൊ എന്റെ സ്ഥാനത്ത് അവളാണല്ലേ? ഏതായാലും ഇങ്ങനെ ഒരു ദിവസം സത്യത്തെ ഞാൻ പ്രതീക്ഷിച്ചില്ല. നന്നായി. മോൻ ഇഷ്ടപ്പെട്ട പത്തിരിയും കോഴിക്കറിയും ശരിയാക്കുന്നുണ്ട്. അപ്പൊ കുശാലായി. ഭരതാ,